ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് എൻ്റെ ബർത്ത്ഡേ നല്ലോണം സ്പെഷ്യലാണ്. അപ്പോൾ പിന്നെ എൻ്റെ ബേബിയുടെ ബർത്ത്ഡേ പറയണ്ടല്ലോ. അവൻ്റെ എല്ലാ മന്ത് ബർത്ത്ഡേസും എനിക്ക് സ്പെഷ്യലാണ്. എനിക്ക് മാത്രമല്ല, സന്ദീപിനും. ഞങ്ങൾ എല്ലാ 26നും കേക്ക് കട്ട് ചെയ്യാറുണ്ട്. ഇറ്റ്സ് അവർ മൈൽ സ്റ്റോൺ ആസ് പേരൻസ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടിയ അവസരങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേബിയുടെ 6 മന്ത് ബർത്ത്ഡേ ആണ്. മാത്രമല്ല, ഇവൻ്റെ ചോറൂണ് കൂടി ചെറിയ രീതിയിൽ നടത്തിയിരുന്നു, അതും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈകിക്കേണ്ട. ദിസ് ഈസ് ശ്രീലക്ഷ്മി മഠത്തിൽ. യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗുരുവായൂരിൽ വെച്ചിട്ട് ചോറൂണ് നടത്തണമെന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ചോറൂണ് കഴിയാതെ സോളിഡ്സ് കൊടുക്കണ്ടെന്നാണ് വീട്ടിൽ പറഞ്ഞത്. ബട്ട് 4 months സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ചോറൂണിന് മുന്നേ ഇവൻ ചോറുണ്ടു. ബട്ട് ചോറുണ്ടിട്ടില്ല കേട്ടോ. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ബട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് അടുത്തുള്ള ഞങ്ങൾ എല്ലാ ഫ്രൈഡേസും മുടങ്ങാതെ പോയി തൊഴുകണ ലിവർമോർ ശിവ വിഷ്ണു ടെമ്പിളിലാണ് ശാസ്തയ്ക്ക് ചോറ് കൊടുത്തത്. ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് അവിടെയുള്ള മലയാളി പ്രീസ്റ്റിനെ പരിപാടി ഏൽപ്പിച്ചു. ബേബിക്ക് കൊടുക്കാനുള്ള ഫുഡ് A to Z നമ്മൾ തന്നെ കൊണ്ടുപോകണം കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് ഞാൻ എല്ലാം റെഡിയാക്കുകയാണ്. അവൻ എണീക്കുന്നതിൻ്റെ മുന്നേ തീർത്താലേ പണി നടക്കുള്ളൂ. ഇതൊന്നും ഇവന് കഴിക്കാൻ പറ്റിയ സാധനങ്ങളല്ല. ജസ്റ്റ് ഒരു ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യലാണല്ലോ ചോറൂണെന്ന് പറഞ്ഞാൽ. അരി കൊണ്ട് തന്നെ എന്തോ തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കി. പിന്നെ ചോറ്, മാങ്ങ അച്ചാർ, പുളിയിഞ്ചി, താല്, പപ്പടം ഇതൊക്കെയാണ് പാക്ക് ചെയ്ത്. അതൊക്കെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാക്കി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി ആക്കി. പിന്നെ കുറച്ച് പൂജ ഐറ്റംസ് കൂടി പാക്ക് ചെയ്തിട്ടുണ്ട്. അവൻ എണീറ്റപ്പോൾ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി. 12 മണിക്കാണ് ടെമ്പിൾ എത്തേണ്ടത്. ഇഷ്ടംപോലെ ടൈമുണ്ട്. ബട്ട് വി റിയലി നീഡ് ഓൾ ദ ടൈം ടു ഗെറ്റ് ഹിം റെഡി. കഴിക്കൽ കഴിഞ്ഞ് ഉറങ്ങിയാൽ കുറച്ച് ആക്റ്റീവ് ആവുമല്ലോ എന്ന് കരുതി ഉറക്കാൻ ട്രൈ ചെയ്തു. ബട്ട് അവൻ ഉറങ്ങിയില്ല. കുളിപ്പിച്ചാൽ ഉറങ്ങുമല്ലോ എന്ന് കരുതി കുളിപ്പിച്ചു. പിന്നെ എന്തായാലും കുളിപ്പിക്കണമല്ലോ, അമ്പലത്തിക്കല്ലേ പോണത്. ബട്ട് അതും വർക്കായില്ല. പിന്നെ നമുക്ക് പോവാൻ ടൈമായി. അങ്ങനെ എല്ലാവരും റെഡിയായി അമ്പലത്തിക്ക് ഇറങ്ങി. ഇപ്പോഴാണ് ഇവൻ ഉറക്കം കാണിക്കണേ. ഐ ന്യൂ ഇറ്റ്. 28നും ചോറൂണിനും 1 വയസ്സ് പിറന്നാളിനും ഒക്കെ കുട്ടികളെ ശ്രദ്ധിച്ചറിയാം, അവർ നല്ല അലമ്പാവും. ആ സിസ്റ്റം ഇനി ഇവനായിട്ട് ഫോളോ ചെയ്യാതിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു. അവ അടിപൊളിയായി കരഞ്ഞ് സഹകരിച്ചു. സോറി ഫോർ ദ ലോ ക്വാളിറ്റി വീഡിയോ. ഫോക്കസ് ഫുള്ള് മുന്നിലിരുന്ന ഫ്രൂട്ട്സിക്കായിപ്പോയി. ബട്ട് എനിവേസ്, ചടങ്ങ് ഭംഗിയായി കഴിഞ്ഞു. അവർ കഴിച്ചു. തിരിച്ച് വീട്ടിലെത്തിയത് അവൻ ഉറങ്ങി. രാവിലെ തന്നെ ഇങ്ങനെ ഉറങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പൊ നോക്കിയേ, എത്ര ഹാപ്പിയാ. ചോറുണ്ട് ഫംഗ്ഷന്റെ ഫോട്ടോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടും ഇവൻ നല്ല അലമ്പായതുകൊണ്ടും ഞങ്ങൾ വീട്ടിലൊരു ഫോട്ടോഷൂട്ട് നടത്തി. അതിന് വേണ്ടിയിട്ട് ഇവന് 1 പ്രാവശ്യം കൂടി ചോറ് കൊടുത്തു. 5 months കേട്ടോ ചോറ് കൊടുക്കുക. 6 months ആവണതിൻ്റെ മുന്നേ വേണത്രേ. പ്രഗ്നൻസിയിലെ 8th month കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാനും ടെമ്പിൾ പോണത്. അപ്പം അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഗുരുവായൂരിലെ ചോറൂണാണ്. എനിവേസ്, അപ്പോൾ 6th month ഞങ്ങൾ അവൻ്റെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ഗസ്റ്റ് ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് ഹോം ഡെലിവറി ചെയ്യിപ്പിച്ചു. അപ്പോൾ രാവിലെ എണീറ്റതും നമുക്ക് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ 2 പേരും കൂടി ഡെക്കറേറ്റ് ചെയ്തു. ഞാൻ കൈസഹായമായിട്ട് അവിടെ വേണ്ട ഇവിടെ വേണ്ട പറഞ്ഞ് ഇറിറ്റേഷൻ കൊടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വർക്കൊക്കെ സന്ദീപ് തന്നെയാണ് ചെയ്തത്. ഈ ഫ്രെയിം കാണുമ്പോൾ എനിക്ക് സീമന്തം സെറ്റപ്പ് ഓർമ്മ വരിക. ഇറ്റ് ഫീൽസ് ലൈക്ക് യെസ്റ്റർഡേ. എത്ര പെട്ടെന്നാ ടൈം പോണേ. ബേബി ഇങ്ങനെ വേഗം വേഗം വലുതാവുമ്പോൾ ഒരു സങ്കടം. വൈ ആർ യു ഗ്രോയിങ് അപ്പ് സോ ഫാസ്റ്റ് എന്നാണ് ഞാൻ ഇടയ്ക്ക് അത് പറഞ്ഞ് കരയാറുണ്ട്. ഇറ്റ് മൈറ്റ് ഫീൽ സില്ലി, ബട്ട് കുറച്ച് പേർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് വളരാതെ പറ്റുമോ? ദേ ഹാവ് ടു ഗ്രോ അപ്പ്, live their life to the fullest and be happy always. Oh my god, I'm getting super emotional and track മാറുണ്ട്. ഓക്കെ, സോ ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ് കേക്ക് വാങ്ങിയത്. അതിൽ ഞാൻ എൻ്റെ കലാവിരുദ്ധം ചെയ്ത് കൊളാക്കണുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ശാസ്ത്ര. സോറി ഫോർ ദ അലമുറയിടൽ. ബട്ട് ഇവൻ ഞങ്ങളുടെ ബർത്ത്ഡേ സോങ്ങിൻ്റെ വലിയ ഫാനാണ്. അപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു. Then we cut the cake as a family of 3. I have been dreaming of this for a while. And yes, here it is. ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല കേട്ടോ, ബേബീനെ. ഓക്കെ,
അൺനെസസറി ഇമോഷണൽ ആയിട്ടുള്ള വ്ളോഗായിരുന്നു. ബട്ട് ഐ റിയലി വാണ്ടഡ് ടു ഷെയർ ദിസ് സ്പെഷ്യൽ ഡേ വിത്ത് മൈ സ്പെഷ്യൽ പീപ്പിൾ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കുറച്ച് ടോയ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേക്കൊന്നും അല്ല കേട്ടോ, കുറേ ദിവസമായിട്ട് ഈ സാധനങ്ങളൊക്കെ കാട്ടിൽ കിടന്നപ്പോൾ അന്നത്തേക്ക് ഓർഡർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ കുട്ടി വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വേറൊരു അമേസിങ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.